അതേപോലെ ഉമ്മയും കൊടുത്ത് യാത്രയും പറഞ്ഞ് നമ്മൾ പോകുന്ന ഒരു ട്രിപ്പിനാണ്. ഇന്നത്തെ യാത്രയ്ക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിന്റെ ട്രിപ്പാണ്. ലാസ്റ്റ് മിനിറ്റിലേക്ക് നമ്മുടെ ട്രെയിൻ ക്യാൻസൽ ആയതുകൊണ്ട് എവിടെ നിന്നൊക്കെയോ തപ്പിപ്പിടിച്ചൊരു സ്ലീപ്പർ ബസ് ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായത്. രാത്രി 10 മണിക്ക് തുടങ്ങിയ യാത്രയാണ്. പിന്നെ ഓട്ടോ ഈസ് എ വൈബ് ഗൈസ്. ട്രിപ്പ് പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റും സന്തോഷവും ആനിവേഴ്സറിന്റെ സന്തോഷവും എല്ലാം കൂടി ആയിട്ടാണോ എന്നറിയില്ല. ആ സമയത്ത് ഓട്ടോയിൽ ഇങ്ങനെ ചെറിയ കാറ്റും തണുപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പാളയത്തെത്തി. പാളയത്താണ് നമ്മുടെ ബസ് വരുന്നത്. ബസ് കുറച്ച് ഡിലേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അവയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ മാത്രമാണ് കഴിച്ചത്. പുട്ടും ചിക്കനും പിന്നെ അതിൻ്റെ കൂടെ ഒരു ഗ്രേവിയും കൂടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് കഴിക്കേണ്ടി വന്നു, കാരണം ബസ് എത്താനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചിറങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ബസ് വന്നു. ലാസ്റ്റ് ടൈമിലേക്ക് ബുക്ക് ചെയ്തുകൊണ്ടാണോ അറിയില്ല, നമുക്ക് ലാസ്റ്റിലേക്കായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് സീറ്റ്. ഭയങ്കര കുലുക്കാണെന്ന് വിചാരിച്ചിട്ടാണ് കിടന്നത്. പക്ഷെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ബസ്സിൽ സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ട് എവിടെയും പോകാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് ടൈമിലേക്ക് ട്രെയിൻ ക്യാൻസൽ ആയെന്ന് കേട്ടപ്പോൾ ചെറുതായിട്ടൊരു വിഷമം ഉണ്ടായിരുന്നെങ്കിലും മനസ്സിൽ ലഡ് പൊട്ടിയ പോലത്തെ ഒരു സന്തോഷമായിരുന്നു സ്ലീപ്പർ ബസ്സിലാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ. അങ്ങനെ നമ്മൾ രാവിലെ 6:30 ആകുമ്പോഴേക്കും വർക്കല എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് ഞാൻ മുന്നേ പറഞ്ഞില്ലായിരുന്നു അല്ലേ. നമ്മൾ വർക്കലയ്ക്കാണ് വന്നത്. ബസ് ഇറങ്ങിയിട്ട് നമ്മൾ ഓട്ടോ വിളിച്ചിട്ടാട്ടോ റൂമിലേക്ക് പോയിട്ടുണ്ടായേ. ഇതെൻ്റെ പുതിയ ബാഗാണ് കേട്ടോ. നമ്മൾ ജയ്പൂർ പോയപ്പോൾ എനിക്ക് അഭി വാങ്ങിച്ചിരുന്ന ബാഗാണ്. അതിൻ്റെ ബാക്കി പരിപ്പെടുക്കലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ റൂമെത്തി. ആദ്യമേ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വലിയ അടിപൊളി സെറ്റപ്പുള്ള റൂമോ റിസോർട്ടോ ഒന്നും വേണ്ടാന്ന്. കാരണം നമ്മൾ ജസ്റ്റ് ഉറങ്ങാൻ വേണ്ടി മാത്രമേ റൂം യൂസ് ചെയ്യുള്ളൂ. ബാക്കി ഫുൾ ടൈം നമ്മൾ പുറത്ത് പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായത്. എന്നാലും നമ്മളെടുത്ത റിസോർട്ട് ഭയങ്കര ബീച്ചിൻ്റെ അടുത്തും ആയിരുന്നു. കാണാനും നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ റൂമൊന്നും ഒഴിവുണ്ടായില്ല. ആരെങ്കിലും വെക്കേറ്റ് ചെയ്യുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. സൺകിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എന്നെ കളിയാക്കിയും കൊണ്ട് പോസ് ചെയ്യാം കേട്ടോ. പിന്നെ ഫോണ് തോണ്ടിയും കാഴ്ച കണ്ടും കുറേ നേരം വെയിറ്റ് ചെയ്തു. ബോറടിച്ച് ലാസ്റ്റ് രണ്ടാളും സൈഡായി. ഒരാൾ എൻ്റെ തോളിൽ ചാരി കിടന്ന് ഉറങ്ങലും കഴിഞ്ഞു കേട്ടോ. അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് റൂം കിട്ടി. റൂമിൽ കയറിയപ്പോൾ തന്നെ വേറെ ഒന്നുമല്ല, എൻ്റെ ബാഗാണ്. അത് കെട്ടിപ്പിടിച്ച് ഇത്രയും സ്നേഹത്തോടെ ഇരിക്കുന്ന വേറെ ഒന്നുമല്ല. അതിൽ അവൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ടാറ്റാ.